മുകേഷ്, മണിയമ്പിള്ള രാജു, ജയസൂര്യ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, ഒരുപാടുണ്ടല്ലോ, ബിച്ചു. വിവരശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? പൂട്ടുന്നത് ഇവിടുത്തെ ഒരു ബിൽഡിങ്, ഇവിടുത്തെ ഒരു ഫ്ലാറ്റ് ഓണർ തന്നെ കേട്ടോ. അവിടെ തോന്നിവാസം അടിച്ചതിന്റെ ചെപ്പുകുടി കേട്ടോ. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിന്നാലോ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. ഡാൻസ് കളിക്കണം പിടിക്കല്ലേ ഓടിയുള്ളൂ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടി കിട്ടില്ല. ഏതാനും നടിമാർ അല്ലെങ്കിൽ താരങ്ങൾ, അവർക്കൊപ്പം ചില വനിതാ പ്രവർത്തകർ എല്ലാവരും കൂടി WCC എന്ന ഒരു സംഘടന രൂപീകരിച്ച് വലിയ രീതിയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ പരാതികളല്ലേ? ഈ അമ്മയും കുഞ്ഞുങ്ങളും എന്നൊക്കെയാണല്ലോ താങ്കളും? അല്ല, തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ അവർ ഈ പരാതി ഉന്നയിച്ചപ്പോൾ പരാതി അമ്മയ്ക്ക് മുമ്പിൽ വന്ന പരാതികളല്ലേ? അല്ല, WCC ഉന്നയിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ്. WCC പരാതി തന്നിട്ടുള്ളത് അമ്മയ്ക്കല്ല. WCC പരാതി രേഖപ്പെടുത്തിയത് സർക്കാരിനാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനിയും WCCക്ക് അമ്മയ്ക്കെതിരെ അല്ലെങ്കിൽ അമ്മയുടെ അംഗങ്ങൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ സഹിതമുള്ള ആരോപണം ഉണ്ടെങ്കിൽ വീണ്ടും അവരൊന്നും എഴുതി തരണമെന്നില്ല. അത് സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാണ്. അല്ല, 5 വർഷമായിട്ടും ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം, എല്ലാവരും അവരുടെ കൂടെ താങ്കൾ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ 5-6 വർഷമായി ഈ നടി മെയിൻ സ്ട്രീമിൽ പുറത്താണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ പിന്നെ എങ്ങനെ നീതി കിട്ടണം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആത്മാർത്ഥത അമ്മയ്ക്കുണ്ട് ഈ വിഷയത്തിൽ? അല്ല, മെയിൻ സ്ട്രീമിന് പുറത്താണ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ്. ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത്? അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത്, തുടർന്നുള്ള നടപടികൾ എന്താണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ആകാംക്ഷ. മലയാള ചലച്ചിത്ര വ്യവസായത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഹേമ കമ്മീഷൻ പൂർണ്ണ റിപ്പോർട്ട്. കാസ്റ്റിംഗ് കൗച്ചും ലൈംഗിക പ്രീണന അഴിമതിയും. ഏതൊക്കെ പ്രമുഖന്മാർ ഇതിൽ ഉൾപ്പെടും? കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി ജസ്റ്റിസ് കെ ഹേമയുടെ നേതൃത്വത്തിൽ മുതിർന്ന നടി ശാരദ, റിട്ടയർഡ് IAS ഓഫീസർ KB വത്സല കുമാരി എന്നിവരും അംഗങ്ങളായിരുന്നു. റിപ്പോർട്ടിൽ എടുത്തുകാണിച്ച പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ലൈംഗിക ദുരുപയോഗം. ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അനാവശ്യമായ ശാരീരിക പുരോഗതികൾ, ബലാത്സംഗ ഭീഷണികൾ, മറ്റ് ലജ്ജാകരമായ പ്രവൃത്തികൾക്കിടയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മതിക്കുന്ന സ്ത്രീകൾക്കുള്ള കോഡ് നാമങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എന്താണ് കാസ്റ്റിംഗ് കൗച്ച്? കാസ്റ്റിംഗ് കൗച്ചിന്റെ വ്യാപനത്തെക്കുറിച്ച് റിപ്പോർട്ട് എടുത്തുകാണിക്കുന്നു. അവിടെ സ്ത്രീകൾ പലപ്പോഴും ജോലി അവസരങ്ങൾക്കായി ലൈംഗിക ആനുകൂല്യങ്ങൾ കൈമാറാൻ നിർബന്ധിതരാകുന്നു എന്നാണ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. കാസ്റ്റിംഗ് കൗച്ച്, ലൈംഗിക ചൂഷണം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. മലയാളം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ എടുത്തുകാണിക്കുന്നു. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നും ഇത് ആവശ്യപ്പെടുന്നു. വ്യവസായത്തിലെ സ്ത്രീകൾ പലപ്പോഴും ഭയവും സുരക്ഷാ ആശങ്കകളും അനുഭവിക്കുന്നു. പലരും അവരുടെ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ ജോലിക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നു. ഹോട്ടൽ മുറികളിലേക്ക് ബലമായി കയറാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ ഉൾപ്പെടെയുള്ള പീഡനങ്ങളുടെ ഭയാനകമായ റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കിടയിലും അനന്തരഫലങ്ങൾ, കളങ്കം, പൊതുപരിഹാസം എന്നിവയെക്കുറിച്ചുള്ള ഭയം കാരണം സ്ത്രീകൾ പീഡനം റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നു. 2017 ഒരു മലയാള നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചത് ഒരു പ്രമുഖ നടനെ പ്രതിക്കൂട്ടിലാക്കിയ അന്വേഷണത്തിലേക്ക് നയിച്ചു. ഈ സംഭവം വ്യവസായത്തെ ഇളക്കിമറിക്കുകയും അതിജീവിച്ചവരെ പിന്തുണയ്ക്കുന്നതിനായി വിമൻ ഇൻ സിനിമ കളക്ടീവ് WCC രൂപീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. വ്യവസായത്തിലെ ലിംഗപ്രശ്നങ്ങൾ അന്വേഷിക്കാൻ കേരള സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. കൂടാതെ സമിതി 2019 ലൈംഗിക പീഡനവും ലിംഗ അസമത്വവും വിശദമാക്കുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. സ്വകാര്യത ആശങ്കകളും തന്ത്രപ്രധാനമായ വിവരങ്ങളും കാരണം റിപ്പോർട്ട് ഏകദേശം 5 വർഷത്തോളം വൈകിയെങ്കിലും ഒടുവിൽ 2024 ഓഗസ്റ്റിൽ പുറത്തിറങ്ങി. വ്യാപകമായ ലൈംഗികാതിക്രമം, പ്രതികാരഭയം, പുരുഷ മാഫിയയുടെ ആധിപത്യം, സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവ പ്രധാന കണ്ടെത്തലുകളിൽ
ഉൾപ്പെടുന്നു. റിപ്പോർട്ടിൽ എടുത്തുകാണിച്ച പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സംവിധായകരും നിർമ്മാതാക്കളും പലപ്പോഴും സ്ത്രീ അഭിനേതാക്കളെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു. അനുസരിക്കുന്നവരെ സഹകരിക്കുന്ന കലാകാരന്മാർ എന്ന് വിളിക്കുന്നു. ദുരുപയോഗം ചെയ്യുന്നവർക്കൊപ്പം ജോലി ചെയ്യാൻ സ്ത്രീകൾ നിർബന്ധിതരായി. ഇത് കാര്യമായ വൈകാരിക ആഘാതത്തിന് കാരണമായി. കാസ്റ്റിംഗ് കൗച്ച് എന്നത് വിനോദ വ്യവസായത്തിലെ ജോലിക്ക് പകരമായി ഒരു ജോലി അപേക്ഷകനിൽ നിന്ന് ലൈംഗിക ആനുകൂല്യങ്ങൾ അഭ്യർത്ഥിക്കുന്ന രീതിയുടെ ഒരു യൂഫെമിസമാണ്. പ്രധാനമായും അഭിനയവേഷങ്ങൾ, ഫിലിം സെറ്റിലെ സുരക്ഷ, ലൈംഗിക ആവശ്യങ്ങളും പീഡനങ്ങളും ഭയന്ന് നിരവധി വനിതാ സിനിമാ പ്രവർത്തകർ അവരുടെ മാതാപിതാക്കളെയോ അടുത്ത ബന്ധുക്കളെയോ സെറ്റിലേക്ക് പതിവായി കൊണ്ടുവരുന്നു. ക്രിമിനൽ സ്വാധീനം. മലയാള സിനിമാ വ്യവസായം ക്രിമിനൽ സ്വാധീനത്താൽ വലയുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പല വ്യവസായ പുരുഷന്മാരും ചിലപ്പോൾ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ സ്ത്രീ കലാകാരന്മാരുടെ ഹോട്ടൽ വാതിലുകൾ നിർബന്ധപൂർവം മുട്ടുന്നു. ഇത് കാര്യമായ ദുരിതമുണ്ടാക്കുന്നു. റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി (ICC) 2013 ജോലിസ്ഥലത്ത് സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കൽ തടയൽ നിരോധനം. പരിഹാരം ആക്ട് പ്രകാരം ആന്തരിക പരാതി കമ്മിറ്റി (ICC) നിർബന്ധിതമായി സ്ഥാപിക്കാൻ ഇത് നിർദ്ദേശിച്ചു. ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള (ഫെഫ്ക), അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്സ് (അമ്മ) എന്നിവയിൽ നിന്നുള്ള അംഗങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം.